യഅ്ജൂജ് മഅ്ജൂജ് വിഭാഗം എവിടെയാണ്, എന്താണ് എന്നതെല്ലാം കൃത്യമായി കണ്ടുപിടിക്കുക ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവർ തീർച്ചയായും പുറപ്പെട്ടു വരിക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു. ദുൽഖർനൈൻ എന്നറിയപ്പെടുന്ന റഹിമഹുല്ലാ മഹാനായ രാജാവ് അള്ളാഹുവിൻ്റെ അനുമതിപ്രകാരവും കൽപ്പനപ്രകാരവും ശക്തമായ ഒരു മതിൽ കെട്ടി അവരെ ആ മതിലിന് അപ്പുറത്ത് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അവർക്കത് മറികടക്കാനോ അതിൽ ദ്വാരമുണ്ടാക്കി പുറത്തേക്ക് വരാനോ അവർക്ക് സാധ്യമല്ല. പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവർ പുറത്തു വരും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അന്ത്യസമയം അത് 10 അടയാളങ്ങൾ സംഭവിക്കുകയില്ല. അതിൽപ്പെട്ടതാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ പേര് അവർക്ക് എന്തുകൊണ്ടാണ് നൽകപ്പെട്ടിട്ടുള്ളത്? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ആളിക്കത്തുന്ന തീ എന്ന അർത്ഥത്തിലും വളരെ ഉപ്പ് രസമുള്ള കയ്പ് രസമുള്ളത് എന്ന അർത്ഥത്തിലും എല്ലാം അത് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ ശരിയായി തോന്നുന്നതും ഖുർആൻ നൽകിയ വിശദീകരണങ്ങളോട് യോജിക്കുന്നതും യഅ്ജൂജ് മഅ്ജൂജ് എന്ന പദം മാജ യമൂജു മൗജൻ എന്ന വേർഡിൽ നിന്ന് വന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാജ യമൂജു മൗജു എന്ന് പറഞ്ഞാൽ തിരമാല. തിരമാലയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ഒന്നിന് പിറകെ ഒന്നായി വരികയാണ് ചെയ്യുക. ഒന്നിൻ്റെ മേലെ കയറി മറ്റൊന്നുകൂടി വന്ന് അതിൻ്റെ മേലെ വേറെ ഒന്നുകൂടി വന്ന് അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ തിരമാല എന്ന് നാം പറയുന്നത്. ഇങ്ങനെ തിരമാല കണക്കെ കരയിലേക്ക് ശക്തമായി ആഞ്ഞടിക്കുന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഒന്നിന് പിറകെ ഒന്നായി അവർ വരുന്നു. ആ പദത്തിൽ നിന്നാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന പദം വന്നിട്ടുള്ളത്. ജനങ്ങൾക്കിടയിലേക്ക് ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടാക്കി ശക്തമായി രംഗത്ത് വരുന്ന വിഭാഗം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നേരത്തെ സൂറത്തുൽ കഹ്ഫിൽ 99-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദിൻ. അന്ന് ഒരു വിഭാഗത്തിൻ്റെ മേൽ അവർ യമൂജു കയറി വരും. അവർ ദ്രുതഗതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരും. അതാണ് യമൂജു എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന പദമുണ്ടായിട്ടുള്ളത് എന്നതാണ് കൂടുതൽ ശരിയായി തോന്നുന്ന അഭിപ്രായം. മറ്റു അഭിപ്രായങ്ങളും വിദൂരമല്ലതാനും. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ഇതാണ് അവരുടെ പേരിനുള്ള ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം. അതേപോലെ തന്നെ ഇവർ മനുഷ്യരിൽപ്പെട്ടവരാണോ? അതാണ് പ്രധാനമായും അടുത്ത ചോദ്യം. യാതൊരു സംശയവുമില്ല അവർ മനുഷ്യവിഭാഗത്തിൽപ്പെട്ടതാണ് എന്നാണ് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അൻ അബീ സഈദിൽ ഖുദരി റളിയല്ലാഹു തആല അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ആദമു, ഓ ആദം, ഫയഖൂലു ലബ്ബൈക വസഅദൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. ലബ്ബൈക വസഅദൈക, അല്ലാഹുവേ നിൻ്റെ വിളിക്ക് വിധേയനായി ഉത്തരം നൽകുന്നവനായി നിന്നെ അനുസരിച്ചുകൊണ്ട് വിജയിയായി തീരുന്നവനായി ഞാനിതാ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. വൽ ഖൈറു ഫീ യദൈക, എല്ലാ ഖൈറും നിൻ്റെ കൈകളിലാണല്ലോ റബ്ബേ, ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു വിളിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് ഉത്തരം നൽകും. ഇത് നേരത്തെ കഴിഞ്ഞുപോയ കാര്യമാണ്. ഫയഖൂലു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു പറയും, അഖ്രിജ് ബഅസന്നാർ, അഖ്രിജ് ബഅസന്നാർ, നരകത്തിലേക്കുള്ള ആളുകളെ, നിന്റെ സന്താനങ്ങളെ നീ പുറത്തേക്ക് കൊണ്ടുവരൂ. ഖാല, അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, വമാ ബഅസുന്നാർ, നരകത്തിലേക്കുള്ള ആളുകൾ അത് എന്താണ്, അല്ലെങ്കിൽ എത്രയാണ്? ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മിൻ കുല്ലി അൽഫിൻ തിസ്അമിഅത്തിൻ വതിസ്അതൻ വതിസ്ഈൻ, ഓരോ 1000-ൽ നിന്നും 999 ആളുകൾ, ഓരോ 1000-ൽ നിന്നും 999 ആളുകൾ. ഫഇൻദഹു യശീബുസ് സഗീർ,
ആ ഖിയാമത്ത് നാൾ വരുന്ന ആ നാൾ ഫഇൻദഹു യശീബുസ് സഗീർ, ചെറിയ കുട്ടികൾ വൃദ്ധന്മാരായി പോകും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭിണികളായ സ്ത്രീകളൊക്കെ അന്ന് ആ ദിവസത്തിൻ്റെ ഭയാനകത കൊണ്ട്, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത കൊണ്ട് പ്രസവിച്ചു പോകും. വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്, ജനങ്ങളെ മത്ത് പിടിച്ചവരായി നിങ്ങൾക്ക് കാണാം, പക്ഷേ അവർ മത്ത് പിടിച്ചവരല്ല. കഠിനമായ അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ടവർ അങ്ങനെ ആയിപ്പോയതാണ്. അങ്ങനെ ഒരു ദിവസം നരകത്തിൽ ആളുകൾ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ദിവസം നരകത്തിൻ്റെ ആളുകളെ പുറത്തു കൊണ്ടുവരൂ എന്ന് പറയും. അപ്പോൾ ആരാണ് ആ നരകത്തിൻ്റെ ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ ഓരോ 1999 ആളുകൾ നരകാവകാശികളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഹദീസ് കേട്ട ഉടനെ സഹാബത്ത് ചോദിച്ചു, ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വ അയ്യുനാ ദാലികൽ വാഹിദ്, 1999 നരകത്തിലാണെങ്കിൽ ഒരാൾ സ്വർഗത്തിലാണല്ലോ, ആരാണവർ? അതല്ലെങ്കിൽ ആ സ്വർഗത്തിൽ പോകുന്ന ആ ഏക വ്യക്തി, ഓരോ 1000-ലെയും ആ ഒരു വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചോളൂ, ബേജാറു വേണ്ട. ഫഇന്ന മിൻകും റജുലൻ വമിൻ യഅജൂജ വമഅജൂജ അൽഫാ, നിങ്ങളിൽ നിന്നും ഒരാളും യഅജൂജ് മഅജൂജിൽ നിന്ന് ബാക്കി വരുന്ന 999 അല്ലെങ്കിൽ 1000 ആളുകൾ യഅജൂജ് മഅജൂജിൽ നിന്നാണ്. ആ 1 എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യഅജൂജ് മഅജൂജുകളെ കൊണ്ട് നരകം നിറയ്ക്കുമെന്നാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പുറത്തു കൊണ്ടുവരൂ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരകളിൽ ആണ് യഅജൂജ് മഅജൂജ് ഉണ്ടാവുക എന്ന് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യരിൽപ്പെട്ട വിഭാഗമാണ്. അവരുമായി ബന്ധപ്പെട്ടവരുടെ രൂപവുമായി ബന്ധപ്പെട്ടുള്ള ചില സിഫാത്തുകളെല്ലാം പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അവരിലേക്ക് ചേർത്ത് പറയാൻ മാത്രമുള്ള പ്രാമാണികമായ തെളിവുകൾ കാണാത്തതുകൊണ്ട് തൽക്കാലം നാം ഇവിടെ അത് ഉദ്ധരിക്കുന്നില്ല. എന്നാൽ അവർ ശക്തന്മാരായ ഒരു വിഭാഗമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. വളരെ ശക്തന്മാരായിരിക്കും അവർ, വളരെ വലിയ ഫസാദിൻ്റെ ആളുകളായിരിക്കും, അതിലൊന്നും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യഅജൂജ് മഅജൂജിൽ നിന്ന് 1000-ഓളം ആളുകൾ അവരെല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ ആളുകളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയും എണ്ണമുണ്ടാകും അവർ എന്നാണ്. യഅജൂജ് മഅജൂജ് വിഭാഗം അത്രയും എണ്ണമുണ്ടാകും. അതിൻ്റെ അർത്ഥം നരകത്തിൽ പോകുന്നവർ അവർ മാത്രമാണ് എന്നല്ല, മറിച്ച് അതല്ലാത്തവരും നരകത്തിൽ പോകും, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ യഅജൂജ് മഅജൂജ് വിഭാഗങ്ങളെ കൊണ്ട് അള്ളാഹു ഭൂരിപക്ഷവും അവരെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം എണ്ണം ഉണ്ടാകും അവർ. അതുകൊണ്ടാണ് തിരമാലകൾ കണക്കെ വമിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, ഓരോ കുന്നുകളിൽ നിന്നും തിരമാലകൾ കണക്കെ അവർ ആഞ്ഞടിച്ച് ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞത് അവരുടെ ആ എണ്ണക്കൂടുതൽ കൊണ്ട് തന്നെയാണ്. പക്ഷെ അവർ നരകാവകാശികളാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അത്രയും തിന്മയുടെ ആളുകളായിരിക്കും അവർ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യഅജൂജ് മഅജൂജ് വിഭാഗം അവർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താനത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതേപോലെ തന്നെ അവർ സത്യനിഷേധികളും നരകത്തിൻ്റെ അവകാശികളുമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ ശക്തന്മാരാണ്. അതിനപ്പുറത്തുള്ള സിഫാത്തുകൾ പ്രാമാണികമായി തെളിയിക്കപ്പെടാത്തതിനാൽ നാം അതിലേക്ക് വിശദീകരിക്കുന്നില്ല എന്നു മാത്രം.